2020 ലോകകപ്പിൽ ചരിത്ര അട്ടിമറി നടത്തി അമേരിക്ക. ശക്തരായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് അമേരിക്ക ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ചിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 159 റൺസായിരുന്നു നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ അമേരിക്കയും 159 റൺസിൽ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർമാരായത് ക്യാപ്റ്റൻ ബാബർ അസം 44 റൺസ് നേടിയപ്പോൾ ഓൾറൗണ്ടർ ഷതാബ് ഖാൻ 25 പന്തിൽ 40 റൺസ് നേടി. അതേസമയം USA വേണ്ടി കെനിത് ജെ 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ USA വേണ്ടി മൊനാക്ക് 50 റൺസ് നേടിയപ്പോൾ ആൻഡ്രൈസ് ഗൗസ് 26 പന്തിൽ 35 റൺസ് നേടി. ആരോൺ ജോൺസ് 26 പന്തിൽ 36 റൺസ് നേടി പുറത്താകാതെ നിന്ന് ത്രില്ലർ സമനിലയിലേക്ക് നയിക്കുകയായിരുന്നു. ശേഷം സൂപ്പർ ഓവറിലെ ആദ്യ പന്തിൽ ബൗണ്ടറി നേടിയാണ് ആരോൺ ജോൺസ് ആരംഭിച്ചത്. ശേഷം പാകിസ്ഥാന്റെ മോശം ഫീൽഡിംഗ് പ്രകടനങ്ങൾ അമേരിക്കയ്ക്ക് ഗുണം ചെയ്തു. സൂപ്പർ ഓവറിൽ 18 റൺസാണ് അമേരിക്ക സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാനായി രണ്ടാം പന്തിൽ ഇഫ്തിഖർ അഹമ്മദ് ബൗണ്ടറി നേടി. എന്നാൽ അടുത്ത പന്തിൽ ഒരു ഉഗ്രം ക്യാച്ചിലൂടെ അദ്ദേഹം പുറത്തായി. ഇഫ്തിഖർ അഹമ്മദ് കൂടാരം കയറിയതോടെ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായി. അവസാന 3 പന്തുകളിൽ 14 റൺസായിരുന്നു പാകിസ്ഥാനെ വിജയിക്കാൻ വേണ്ടിയിരുന്നത്. അടുത്ത പന്തിൽ ഒരു ബൗണ്ടറി പാകിസ്ഥാന് ലഭിച്ചു. ശേഷം അടുത്ത പന്തിൽ ഷതാബ് ഖാൻ 2 റൺസ് കൂടി നേടിയതോടെ അവസാന പന്തിൽ പാകിസ്ഥാന്റെ വിജയലക്ഷ്യം 7 റൺസായി. എന്നാൽ അത് നേടാൻ ഷതാബ് ഖാനിന് സാധിച്ചില്ല. ഇതോടെ USA ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു.